കണ്ണ്. ഹായ്, ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഇന്ന് പാറൂസ് ഭയങ്കര സന്തോഷത്തിലാണ്. അവൾക്കിന്ന് ഒരു മേക്കപ്പ് സെറ്റ് കിട്ടി. എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊന്നും ഞാൻ അവൾക്ക് കയ്യിലൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ അവൾക്ക് കളിക്കാനായിട്ടൊരു മേക്കപ്പ് സെറ്റ് മേടിച്ചു കൊടുത്തു. ഇന്ന് ഞാനും അമ്മയും കൂടെ കുറച്ച് ഫാൻസി എടുക്കാനായിട്ട് പോയിരുന്നേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഈ മേക്കപ്പ് സെറ്റ്. അപ്പോൾ കടയിലേക്കും കുറച്ചെടുത്തു, പാറൂസിനും കൂട്ടത്തിൽ ഒരെണ്ണം കൂടി എടുത്തു. അപ്പോൾ അന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇതൊക്കെ മുഖത്ത് വെച്ച് തേക്കണേ എന്തൊക്കെയാണെന്നും ഒന്നും അവൾക്ക് അറിഞ്ഞൂടെ. ലിപ്സ്റ്റിക്ക്, ഐഷാഡ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ഇതൊക്കെ എവിടെയാണ് തേക്കുക, കണ്ണിൻ്റെ മുകളിലാണോ, പിന്നെ ബ്ലഷൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ മേക്കപ്പ് സെറ്റാണ്. നല്ല ഇഷ്ടമായിട്ട് ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുഞ്ഞിന് ചെറുതായിട്ടൊരു കുശുമ്പുണ്ട്, അവനെ ഒന്നും മേടിക്കാത്ത കാരണം. അപ്പോൾ അത് കാരണം അവൻ കുറച്ച് പിണക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കാട്ടിത്തരുകയാണ് അവൾ, ഇങ്ങനെയാണ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് ഇടാനായിട്ടാണ് കേട്ടോ. നോക്കണേ, ഇതൊക്കെ ഈ ഒരൊറ്റ ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. പിന്നെ അതൊക്കെ മുക്കിൽ കിടക്കണ കാണാം. അവിടെ ഇവിടെയൊക്കെ എനിക്ക് കിടന്നിട്ട് എനിക്ക് അതൊക്കെ പറക്കി വയ്ക്കണ പണിയാവട്ടെ ഇനി. അതിനുശേഷം അന്ന് അടിച്ചു വരാനായിട്ട് നോക്കണേ. അപ്പോൾ അവിടെ ഇവിടെയും കിടക്കണ കുറേ സാധനങ്ങളുണ്ട്. എനിക്കിന്ന് രാവിലെ ഒന്നും ഒതുക്കി വെക്കാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ അടിച്ചു വാരുന്നേക്കാളും മുന്നേ എല്ലാതും ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അടിച്ചു വാരുന്നേ കൂടെ ഈ ടേബിളിൻ്റെ മുകളിലത്തെ ആ ഗ്ലാസും പിന്നെ ടി വി സ്റ്റാൻഡും ഒക്കെ ഒന്ന് തുടച്ചിടും. അപ്പോൾ അവർ ഫുഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത് അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ അടിച്ചു വാരുന്നേ കൂടെ തന്നെ ഞാൻ എപ്പോഴും അവിടെ രണ്ട് ഭാഗം അങ്ങനെ തുടച്ചിടാറുണ്ട് കേട്ടോ ഹാളിൽ. സാധാരണ തുടയ്ക്കാം എനിക്ക് തുടയ്ക്കാൻ പറ്റാത്ത ദിവസം ഞാൻ ഇതേപോലെയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ തന്നെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതിൽ കെടുക്കും, തുടച്ചൊരു ഫീല് പോലെ എനിക്ക് തോന്നിട്ട്. അല്ലെങ്കിൽ അവിടെ അവർ ഭക്ഷണത്തിൻ്റെയൊക്കെ വെച്ച് അവിടെ ആകെ വൃത്തികേടായി കിടക്കും. അതോടുകൂടി തന്നെ സിങ്കും എല്ലാ ദിവസം കഴുകും, അതിൻ്റെ സ്ലാബും ഒക്കെ കൈയോടെ തന്നെ തുടക്കിട്ടാ. ഇതൊക്കെ എനിക്ക് തുടയ്ക്കാൻ പറ്റാത്ത ദിവസം ഇതൊന്നും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. എല്ലായിടത്തെയും ഈ മിററും തുടയ്ക്കും, പിന്നെ ഈ സിങ്കും വാഷിംഗ് ബേസിനും അതൊക്കെ കഴുകും. അത് തന്നെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി വൃത്തിയായിട്ട് എനിക്ക് തോന്നും കേട്ടോ. ടേബിളൊക്കെ ഈ ഫുഡ് കഴിക്കുന്നതോട് കൂടിയിട്ട് അവിടെയൊക്കെ തുടയ്ക്കണ കാരണം പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കൈയോടെ അത് ഒതുക്കി വെച്ചു. പിന്നെ കുട്ടികൾ ചെയറൊക്കെ അവിടെ ഇവിടെയും കൊണ്ട് ഇട്ടുണ്ടാവില്ല. അപ്പോൾ അവനോട് അത് ഞാൻ ഒതുക്കി വെക്കാൻ പറഞ്ഞു. അവനത് കൊണ്ടുപോയിട്ട് കസാരയൊക്കെ വെക്കണോടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റിയിരുന്നേ. ആദ്യമൊക്കെ കറക്റ്റ് ഓർഡറിൽ ശനിയാഴ്ചയാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാറ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ നോക്കാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച ഒന്നല്ല, എന്നാലും ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അത് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ തിരുമ്പാനായിട്ട്. ഇനി പുതിയ ബെഡ്ഷീറ്റ് വിരിക്കണം. അടിച്ചു വാരുന്നതോട് കൂടി തന്നെ ഈ മേക്കപ്പിൻ്റെ കുറച്ച് സാധനങ്ങളും അവിടെ അവർ ബുക്കൊക്കെ തലേദിവസം പഠിച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഇത് ഞാൻ രാവിലെയാണ് ഒതുക്കുക. എനിക്ക് രാവിലെ സമയം കിട്ടാത്ത കാരണം ഇപ്പോൾ വൈകുന്നേരത്തെ ക്ലീനിങ് പരിപാടിയിൽ ഞാൻ ഒതുക്കണം കേട്ടോ. കൈയോടെ തന്നെ ഇതൊക്കെ ഒതുക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഒതുങ്ങും. അല്ലെങ്കിൽ അതൊക്കെ വലിച്ചു വാരി അവിടെ കെടുക്കൂട്ടോ. അപ്പോൾ അടിച്ചു വാരുന്നതോട് കൂടി തന്നെ ഇതൊക്കെ ഞാൻ ഒതുക്കി പോവുകയാണേ. ഇനി ഈ റൂമും കൂടിയുള്ള പിന്നെ അടുക്കളയിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് അടിച്ചു വാരലൊക്കെ നടത്തുക. ഇവിടെ ലാഡർ ഇരിക്കുന്നുണ്ട്, അത് ചേട്ടൻ മുകളിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. അത് എനിക്ക് ഫാനൊക്കെ തുടയ്ക്കാനായിട്ട് എളുപ്പത്തിന് ഞാൻ താഴത്ത് കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും മുകളിലേക്ക് പോകണ്ടല്ലോ. ആഴ്ചയിൽ ഒരു തവണ ഫാനൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് എനിക്ക് എളുപ്പത്തിൽ അത് ഫാനൊക്കെ തുടയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ തലേദിവസം ഞാൻ കുറച്ച് തയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറച്ച് തുണികളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ഞാൻ തയ്ക്കാനായിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഉറക്കം വരണ വരെ ഞാൻ ഇരുന്ന് തയ്ക്കും. എന്നിട്ട് ആ തുണികൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ കുഞ്ഞുഞ്ഞി പാറൂസിന് ടേബിൾ ഒതുക്കി. അവൻ എന്തായാലും ഒതുക്കില്ല. അവനോട് ഒതുക്കാൻ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാവില്ല അവൻ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ തന്നെ അവിടെ ഒതുക്കിയൊക്കെ വെച്ചു കേട്ടോ.
ഇന്ന് രാവിലെ തുടയ്ക്കാത്ത കാരണം നിറയെ പൊടിയും ഒക്കെ ഉണ്ട് കേട്ടോ. പൊടി മാത്രമല്ല, ഇവർ കടലാസമൊക്കെ പിച്ചി നുറുക്കിയിട്ട കാരണം അതൊക്കെ എനിക്ക് വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു. അടിച്ചുവാരിയിൽ കോരി കൈയോടെ തന്നെ അവിടെ നിന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചുവാരി കിട്ടാത്ത പൊടികളുണ്ടാവുമല്ലോ, അപ്പോൾ അത് കൈയോടെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ടൗണിൽ പോയി വന്ന വഴിക്ക് തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചായ വെച്ച് കൊടുക്കണേ. എല്ലാതും നമ്മൾ എടുത്ത് കൊടുക്കണം, അല്ലാണ്ട് ആൾ കഴിക്കില്ല കേട്ടോ. സാധാരണ ഇഡ്ഡലിയോ ദോശയോ നൂലപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടായിരിക്കുക, ചൂടാക്കി കൊടുക്കലാണ് കേട്ടോ പതിവ്. ഇപ്പോൾ പഴമായിരുന്നു, അത് കാരണം ആൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ എന്നിട്ട് വെച്ച് തിരിഞ്ഞ് കഴിക്കുക. ഞാൻ ഒരു പഴം ഉണ്ടായിരുന്നു, എന്നാ അതിന്റെ പകുതി തരട്ടെ? പകുതി കഴിക്കാതെ അമ്മ വരുമ്പോഴേക്കും വിശക്കും. പകുതി തരട്ടെ? അമ്മ വരുമ്പോ വിശക്കില്ല. ഉണ്ട് അമ്മ വരുമ്പോ 9 മണിയാവും. പഴം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായിട്ട്. അമ്മ വരുമ്പോൾ 9 മണി, അതുവരെ വിശന്നിരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെ ദോശമാവ് ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ വീട്ടിൽ പോയിട്ട് ദോശമാവ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ദോശ ഉണ്ടാക്കാൻ നോക്കിയാണ്. ദോശയാകുമ്പോൾ ആൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ദോശയോട്. അപ്പോൾ കനം കുറച്ച് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ നന്നായി കനം കുറച്ച് തന്നെ അങ്ങനെ പരത്തിയിട്ടാണ്. അതോടുകൂടി ചായയും അരിച്ച് കുറച്ച് സാമ്പാറും കൊടുത്ത് അപ്പോൾ ആൾ അത് കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പാറൂസ് തന്നെ അന്വേഷിച്ച് വന്നു. അവിടെ കണ്ടില്ലെങ്കിൽ അപ്പം അങ്ങോട്ട് വരും കേട്ടോ. എനിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ അന്വേഷിച്ച് വരും പുറത്തേക്ക്. തലവേന ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കമന്ന് കിടക്കുക. തലവേന ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കിടക്ക്. നടക്ക്. അടുത്ത പണി പാത്രം കഴുകലായിരുന്നു. അവർ കഴിച്ച പാത്രങ്ങളും ചായ വെച്ചതും പിന്നെ അവരുടെ ടിഫിനും അങ്ങനത്തെയൊക്കെ കഴുകാനുണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ അടിച്ചു വാരാനായിട്ട്. ലാസ്റ്റ് അടിച്ചു വാരുന്നതാണ് എനിക്കിഷ്ടം. എല്ലാം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സമാധാനം. പകുതി പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോ ഗ്ലാസ്സും കുഞ്ഞിപ്പിഞ്ഞാണങ്ങളും ഒക്കെ കിടക്കുന്നുണ്ടാവും. അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാം പറക്കി എടുത്ത് കൈയോടെ തന്നെ കഴുകിയിട്ടാണ്. അപ്പോൾ താഴത്ത് കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയോടെ തന്നെ അതൊക്കെ തുടച്ചു. ഇനി അതൊന്ന് ഉണങ്ങാനായിട്ട് ഇട്ടിട്ട് വേണം അവിടെ നിന്ന് അടിച്ചു വാരാനായിട്ട്. മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വേഗം തന്നെ വിരിച്ച് ഇട്ടു. അപ്പോഴേക്കും അവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടിച്ചൊക്കെ വാരി. ഈ ബ്രഷ് വെച്ച് അടിച്ചു വാരുമ്പോൾ നന്നായിട്ട് പൊടി ഇങ്ങോട്ട് കിട്ടും കേട്ടോ. ആദ്യം ഞാൻ മറ്റേ പുല്ലി ചൂലുകൊണ്ടാണ് അടിച്ചു വാരുണ്ടായിരുന്നത്. അതുകൊണ്ട് നോക്കുമ്പോൾ മുടിയൊക്കെ അവിടെ ഇവിടെയും നിറച്ച് മുടി ഇങ്ങനെ ഉണ്ടാവും. കുഞ്ഞുഞ്ഞിൻ്റെ അങ്ങനെ ഉണ്ടാവാറില്ല. പാറൂസിൻ്റെയും എൻ്റെയും മുടിയാണ് തുടയ്ക്കുമ്പോഴാണ് ഭയങ്കര പാട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ബ്രഷ് വെച്ച് അടിച്ചു വാരി തുടങ്ങിയപ്പോൾ തന്നെ ഇതുമേ കൂടെ തന്നെ മുടികളൊക്കെ കിട്ടും. അപ്പോൾ നല്ല എളുപ്പമാണ് അടിച്ചു വാരാനായിട്ട്. പിന്നെ ഞാൻ അന്നാന്നുള്ള ഡ്രസ്സ് അന്നാന്ന് തന്നെ കഴുകിയിട്ട് ഇപ്പോൾ ടൗണിൽ പോയിട്ടുള്ള ഡ്രസ്സ് ആണ് കഴുകണേ. അപ്പോൾ ആ യൂണിഫോമൊക്കെ അന്നാന്ന് തന്നെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കില്ല. പിന്നെ തീരെ വയ്യാണ്ടിരിക്കുമ്പോഴാണ് ഉണ്ടാവുക കഴുകാനായിട്ട് അധികം. കുഞ്ഞിനാണെന്നുവെച്ചെങ്കിൽ തലയിൽ എണ്ണ പരട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ തന്നെ എണ്ണ പരട്ടി കൊടുക്കും. കുളി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ ടി വി വെച്ചിട്ട് ഉപ്പും മുളകാണ് അധികം കാണുക. അപ്പോൾ ടി വി വെച്ചിട്ട് കുറച്ച് നേരം ചിപ്സൊക്കെ കഴിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, നല്ല രസമുണ്ട് അന്തരീക്ഷമൊക്കെ കാണാനായിട്ട്. നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണേ. പുറത്ത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചവിട്ടി ഒക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ചവിട്ടി എനിക്ക് ഉണങ്ങി കിട്ടി. ഈ ഒരു ചവിട്ടി മാത്രമാണ് ഉണങ്ങാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും ഇന്ന് ഇപ്പോൾ ഉണങ്ങി കിട്ടി. ഓണം വരുന്നത് പ്രമാണിച്ച് ചവിട്ടികളൊക്കെ ഞാൻ കുറേശ്ശെ കഴുകിയിടാണ്.
അല്ലെങ്കിൽ ഒന്നിച്ച് കഴുകേണ്ടി വരും. അപ്പോൾ ഈ പഴയ തുണികളൊക്കെ ഈ ഒതുക്കണേൻ്റെ ഇടയിൽ ഈ പഴയ തുണികളൊക്കെ നല്ല കോട്ടൻ്റെ ഒക്കെ കിട്ടുമ്പോൾ ഈ ചവിട്ടിക്ക് പകരം ഞാനത് ഇപ്പോൾ അതിടും. എന്നിട്ട് ഓണം കഴിയുമ്പോൾ ഈ പഴയ തുണികളൊക്കെ എടുത്ത് ഞാൻ കത്തിച്ച് ഇങ്ങനെ കളയൂട്ടാ. അപ്പോൾ കഴുകിയിട്ട് ആ ചവിട്ടി ഇടാം. അത് കഴിഞ്ഞ് പിന്നെ അത് ദോശയ്ക്കൊരു ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. സാമ്പാറുണ്ട്, സാമ്പാർ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവോള ഇടാം. സവോള ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി കേട്ടോ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി, നന്നായി ഫ്രൈ ആക്കൊന്നും വേണ്ട. അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. അപ്പുറത്തെ അടുപ്പത്ത് ദോശ ഉണ്ടാക്കാനും വെച്ചിട്ടുണ്ട്, പിന്നെ സാമ്പാർ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ദോശമാവിൽ കുറച്ചും കൂടെ ഉപ്പും കുറച്ച് വെള്ളം പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ഇട്ടിട്ട് ദോശ ഉണ്ടാക്കി. സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി ദോശയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കി. ഇതിലേക്ക് പിന്നെ ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. തക്കാളി പിന്നെ 2 വറ്റൽമുളകും. വറ്റൽമുളക് അധികം ഇടാറില്ല, ചിലപ്പോൾ ഓരോന്ന് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുക. അപ്പോൾ ഒരെണ്ണം ഇടുമ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ടെങ്കിൽ പിന്നെ മുളക് ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുക വേണ്ടോ, കൂടുതൽ വറവാവൊന്നും വേണ്ട. അടുത്തതായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കുഞ്ഞുഞ്ഞിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിതായിട്ടിരിക്കുമ്പോൾ ഈ ചമ്മന്തിയും പിന്നെ ദോശയും 3 കാടമുട്ടയും പിന്നെ കുറച്ച് മുസമ്പിയുടെ ജ്യൂസും അതാണ് കേട്ടോ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ കൊടുക്കാറ്, അംഗനവാടിയിലൊക്കെ പോണേക്കാളും മുന്നേ. അപ്പോൾ ആ പണ്ടത്തെ ആ ഒരു ഇതാന്ന് തോന്നുന്നു. അവനിത് ചമ്മന്തി ഭയങ്കര ഇഷ്ടമായി, ചമ്മന്തിയും ദോശയും ആ ഒരു കോമ്പിനേഷൻ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തില്ല. എന്നിട്ട് അത് നല്ലപോലെ അരച്ചു. അപ്പോഴേക്കും പാറൂസിന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ വേഗം തന്നെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി കുറച്ച് സാമ്പാറും ആ ചമ്മന്തിയും ഒക്കെ കൂടി അവൾക്ക് കൊടുത്തു. TV വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ചാനൽ തന്നെയാണ്, കൊച്ചു TV ഒക്കെ വെച്ച് അവൾ ഭക്ഷണം കഴിച്ചു. ഇന്നലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയത് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ 3 ഇഡ്ഡലി ഉണ്ടായിരുന്നു. അത് ലെയറാക്കി മുറിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് അത് ഈ ദോശക്കല്ലിൽ പരത്തി ഇങ്ങനെ വെച്ച് അപ്പുറം കുറച്ച് തീ നന്നായി കുറച്ചിടണം കേട്ടോ. എന്നിട്ട് അത് അപ്പുറമൊക്കെ മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ മസാല ദോശയല്ല, നെയ് റോസ്റ്റൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. ഞായറാഴ്ചയും അവധി ദിവസങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാത്രി ഇവിടെ പലഹാരമാണ്. ഇഡ്ഡലിയോ ദോശയോ നൂലപ്പോ പുട്ട് അങ്ങനെ മാറി ഞാൻ ഉണ്ടാക്കും. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര ടേസ്റ്റായി കാരണം അമ്മ ഒന്ന് കഴിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു വായ കൊണ്ട് തന്നു. അപൂർവമാണ് കേട്ടോ അവനൊക്കെ ഇങ്ങനെ വാരിയൊക്കെ ഇങ്ങനെ തരല്. പാറൂസിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓരോ വായൊക്കെ തരും, പക്ഷേ ഇവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അങ്ങനെ കിട്ടാറൊന്നുമില്ല. ഇന്നെന്താണാവും എനിക്കൊരു പീസ് ദോശയും ആ ചമ്മന്തിയും എല്ലാത്തിലും മുക്കിയിട്ട് എനിക്ക് വായിൽ വെച്ച് തന്നു. ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനായിട്ട് എനിക്ക് പിന്നെ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടേ പിന്നെ പണികളൊക്കെ എടുക്കാറുള്ളൂ. അതിൻ്റെ ഇടയിൽ അവരെ പഠിപ്പിക്കലും ചെയ്യാമല്ലോ. അപ്പോൾ കുഞ്ഞുഞ്ഞിന് നാളെ എക്സാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ പഠിപ്പിച്ചൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ തുണികളൊക്കെ മടക്കി രാത്രി തന്നെയാണ് ഈ തുണികളൊക്കെ മടക്കാനൊക്കെ നോക്കുക. അപ്പോൾ കൈയോടെ തന്നെ അതൊക്കെ മടക്കിയൊക്കെ വെച്ച് അപ്പോഴേക്കും പാരീസ് ഭയങ്കര വാശിയായിട്ടോ. അവൾക്ക് ഉറക്കം വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആഴ്ചയ്ക്ക് ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വേഗം മടക്കി വെച്ചിട്ട് വേണം എനിക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ട്.
പുതിയ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ഒക്കെ വിരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ബെഡ്ഷീറ്റൊക്കെ നാശമായി, അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ കീറിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് വൃത്തിയാക്കുമ്പോൾ ഈ ബെഡ്ഷീറ്റ് എനിക്ക് ആവശ്യമുണ്ട്. ഫാനൊക്കെ തുടയ്ക്കുമ്പോൾ ഇതിപ്പോൾ എന്തായാലും വിരിക്കണമല്ലോ പഴയതായിട്ട്. അപ്പോൾ ഇതോടുകൂടി ഇതങ്ങോട്ട് ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങോട്ട് ലാസ്റ്റത്തെ വിരിയാണ് കേട്ടോ അത്. ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഈ കട്ടിലിൻ്റെ ഉള്ളിലേക്ക് കിടക്ക ഇറങ്ങിയിരിക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലേക്ക് അങ്ങോട്ട് തിരികെ വെക്കാനായിട്ട് ഷീറ്റ്. അപ്പോൾ ഞാനൊരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഈ ബെഡ്ഷീറ്റിൻ്റെ ഈ സൈഡിലത്തെ വിരിയൊക്കെ അങ്ങോട്ട് തള്ളി തള്ളി കൊടുക്കും. അപ്പോൾ ഒട്ടും തന്നെ പുറത്തേക്ക് വരില്ല കേട്ടോ. ഇത് നല്ലൊരു എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. എനിക്കത് കുഞ്ഞുഞ്ഞാണ് കണ്ടുപിടിച്ച് തന്നെ. അവൻ എവിടെയോ യൂട്യൂബിലോ എങ്ങനെയെന്തോ കണ്ടിട്ട് അവനാണ് എനിക്ക് ഇതൊക്കെ ചെയ്ത് തരാറ്. ഇന്നിപ്പോൾ ടി വി കാണാതിരിക്കണ കാരണം ആശാൻ അതിനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. നമ്മുടെ മിമിക്കുട്ടികൾക്കൊക്കെ ഈ നേരത്താണ് ഭക്ഷണം കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്ത വശം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. ഒക്കെ തന്നെ വേഗം വന്ന് അങ്ങനെ കൊത്തി തിന്ന് തുടങ്ങിയിട്ടാണ്. ഈ വൈകുന്നേരം ഈ സമയത്താണ് ഭക്ഷണം കൊടുക്കുക. ആദ്യം ചേട്ടനായിരുന്നു കടയിൽ നിന്നൊക്കെ വന്നിട്ട് ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ചേട്ടൻ ആ സമയത്ത് ഇങ്ങനെ ഇത് ഫുഡും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര തിക്കും തിരക്കട്ടെ. ചേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പം ഞങ്ങളായ കാരണം ആണ് തോന്നുന്നു അങ്ങനെ അധികം ബഹളങ്ങളൊന്നും കാണാനില്ല. അല്ലെങ്കിൽ എല്ലാ മീനുകളും ഇങ്ങനെ മുകളിൽ വന്ന് ഇങ്ങനെ ഈ ഇങ്ങനെ അവറ്റങ്ങളുടെ അതുങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടടിച്ച് എന്താ പേരുന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേരത്തെ ഉച്ചതിരിഞ്ഞ് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഏകദേശം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ ഷെൽഫിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി നാളെ കാലത്തപ്പോൾ ഇത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാതും എടുത്ത് വെച്ചു. പിന്നെ അധികം പാത്രങ്ങളൊന്നുമില്ല. ഇപ്പോൾ കഴിച്ച ദോശയുടെ പ്ലേറ്റും സാമ്പാർ വെച്ച കുക്കർ അങ്ങനത്തെയൊക്കെ കഴുകാനുള്ളൂ. വൈകുന്നേരം അധികം പാത്രങ്ങൾ ഉണ്ടാവില്ല കഴുകാനായിട്ട്. അതിനിടയ്ക്ക് നമ്മുടെ പാറൂസ് സോഫയിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബെഡിലേക്ക് എടുത്ത് കിടത്താനായിട്ട് നോക്കിയപ്പോൾ അവൾ സമ്മതിക്കണില്ല. അവിടെ തന്നെ സോഫയിൽ തന്നെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ കിടക്കണം അവൾ ബെഡിൽ വന്ന് കിടക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഈ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കണേ. അധികമൊന്നുമില്ല തുടയ്ക്കാനായിട്ട്. എന്നാലും രാത്രിയല്ലേ ഇനി പാറ്റയൊക്കെ വരുമല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് ഡെറ്റോളും പിന്നെ കുറച്ച് ഈ വിമ്മിൻ്റെ ലിക്വിഡും അത് രണ്ടും കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡെറ്റോളിൻ്റെയൊക്കെ മണം ഉള്ള കാരണം ഈ പാറ്റകളൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ രാത്രി അതിട്ട് തുടച്ചിട്ടാണ് ഞാൻ കിച്ചണൊക്കെ അടച്ച് പോരാറ്. സിങ്ക് കഴുകാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ. അത് നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഇതിട്ടിട്ട് തന്നെയാണ് കേട്ടോ കഴുകാറ്. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവട്ടെ. ഈ സിങ്കൊക്കെ നന്നായി വെട്ടിത്തിളങ്ങും. പിന്നെ വാഷിംഗ് ബേസിനും അതൊക്കെ കഴുകുക. ഈ പൈപ്പും ഒക്കെ നല്ല പോലെ വൃത്തിയാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ചത് തീർന്നിരുന്നു. അപ്പോൾ ഞാനിന്ന് വിമ്മും ബേക്കിംഗ് സോഡയും മേടിച്ചിട്ട് പിന്നെ ഈ പാത്രത്തിൽ തന്നെ ആണ് സ്റ്റോക്ക് ചെയ്ത് വെക്കാറ്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കലക്കി വെച്ചു. അത് കലക്കിയിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഒരു ഇത്തിരി മതി. കുറേ നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ വിമ്മിൻ്റെ തന്നെയാണ് കേട്ടോ ബാർ സോപ്പും ഉപയോഗിക്കാറ്. എനിക്ക് വിമ്മല്ലാണ്ട് വേറെ മറ്റുള്ള സോപ്പുകളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. തീരെ വൃത്തിയാവാത്ത പോലെ എനിക്ക് തോന്നും. വിമ്മിൻ്റെ ലിക്വിഡാണെങ്കിൽ ഒരു തുള്ളി ഒഴിച്ചാൽ മതി. അപ്പോഴേക്കും നല്ലതായിട്ട് പതഞ്ഞ് പിന്നെ അതിലത്തെ എണ്ണമെഴുക്കൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സിങ്കൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയ അതേപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഡെറ്റോളൊക്കെ ഉള്ള വെള്ളം അതൊന്ന് സ്പ്രേ ചെയ്ത് കൈയോടെ തന്നെ അതും കൂടെ ഇങ്ങനെ തുടച്ചിട്ടു കേട്ടോ. സ്റ്റൗവൊക്കെ കൂടുതലായിട്ട് രാത്രിയാണ് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോവുള്ളൂ. ഈ ഡെറ്റോളും ഈ മറ്റേ ലിക്വിഡും ഒഴിച്ചിട്ടുള്ള വെള്ളം ഇപ്പം മാത്രമാണ് കേട്ടോ ഞാൻ സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കാറ്.
രാത്രിയാകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ പാറ്റകളൊക്കെ ഇറങ്ങും. അപ്പോൾ പാറ്റകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ പട്ടുപാവാട എങ്ങനെയുണ്ട്? ഞാൻ തയ്ച്ചതാണേ. അപ്പോൾ ഇതിലത്തെ കുറച്ച് ബീഡ്സൊക്കെ ഇനിയും വെക്കാനുണ്ട്. ഈ സൈഡിൽ ഈ വയറിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വെച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വെച്ച് തീർത്തു. പിന്നെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ ഈ രാത്രി എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ബീഡ്സൊക്കെ വെക്കാനായിട്ട് ഇരിക്കാറ്. തയ്ച്ച് ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ ബാക്ക് ഭാഗം. ബാക്കിലൊരു വി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇറക്കിയാണ് കേട്ടോ ബാക്കിലത്തെ കഴുത്ത് കൊടുത്തിരിക്കണേ. അതും ഇനി ഒരു ബട്ടർഫ്ലൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞത് ഞാൻ രാത്രി ഇപ്പോൾ കിടക്കാനായിട്ട് നോക്കണേ. പിന്നെ കുറച്ച് സ്കിൻ കെയറൊക്കെ ആവാമെന്ന് എനിക്ക് തോന്നി. 30 വയസ്സിന് ശേഷം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രായം തോന്നിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും അങ്ങനെ ഈ പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള ആ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനായിട്ട് 2 തുള്ളി ഗ്ലിസറിനും 2 തുള്ളി റോസ് വാട്ടറും കൂടി മിക്സാക്കിയിട്ട് ഈ കയ്യുമ്മയും മുഖത്തും ഈ നെക്കിലും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കുക കേട്ടോ. ഇത് തേച്ച് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരുന്നത് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. ഞാനൊരു ദിവസം ത്രെഡ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഈ ഡ്രൈനെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പാർലറിലത്തെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നതാണേ. കടയിലത്തെ കുറച്ച് കണക്കുകളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എഴുതി വെച്ച് ആ സമയമായപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുഞ്ഞ് ഇത് ലൈറ്റൊക്കെ കിടത്താനായിട്ട് വാശി പിടിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ബുക്കൊക്കെ എടുത്ത് വെച്ച് കിടക്കാനായിട്ട് നോക്കണേ. അപ്പോൾ അത് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു.